ഇതിഹാസങ്ങളുടെ കാൽപാദം പതിഞ്ഞ ബെർണാബ്യൂവിലേക്കുള്ള ഒരു 18-കാരൻ്റെ യാത്ര വെറുമൊരു സ്വപ്ന സാക്ഷാത്കാരം മാത്രമായിരുന്നില്ല, അയാളുടെ കഴിവിനുള്ള അംഗീകാരം കൂടിയായിരുന്നു. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് ചിറകുമുളയ്ക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾക്ക് പേരുകേട്ട തുർക്കിയിലെ അങ്കാര തെരുവുകളിൽ നിന്നായിരുന്നു. ഒരു അമേച്വർ ഫുട്ബോൾ പ്ലെയറായ അച്ഛനായിരുന്നു അവൻ്റെ ആദ്യ ഗുരു. വീടിനടുത്ത് അച്ഛൻ ഒരുക്കിയെടുത്ത പൂന്തോട്ടത്തിന് ചുറ്റും പന്ത് തട്ടിയായിരുന്നു ആ കുരുന്ന് ഫുട്ബോളിൻ്റെ ആദ്യക്ഷരം കുറിക്കുന്നത്. അവൻ്റെ ആദ്യ ചുവടുകളിൽ വിശ്വസിച്ച അച്ഛൻ അവനെ അടുത്തുള്ളൊരു പ്രാദേശിക ക്ലബ്ബിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവന് പ്രായം വെറും 5 വയസ്സ്. സമപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇടങ്കാൽ കൊണ്ട് പന്തിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ആ കുരുന്നിനെ പരിശീലകർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവനിൽ ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സിനുള്ള ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. വാരാന്ത്യങ്ങളിൽ അവൻ്റെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനായി അക്കാദമി ചില മത്സരങ്ങൾ വരെ നടത്തി. അവൻ്റെ മാതാപിതാക്കൾ അവനിലെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനായി അവരുടെ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ 8-ാം വയസ്സിൽ ജൻ ക്ലബ് ലീഗിലെ യൂത്ത് സെറ്റപ്പിലേക്ക് ജോയിൻ ചെയ്ത ആ പയ്യൻ തനിക്ക് ലഭിച്ച അന്തരീക്ഷത്തെ തന്നിലുള്ള കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ടെക്നിക്കൽ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരമാക്കിയെടുത്തു. 12-ാം വയസ്സിലേക്ക് അവൻ എത്തിച്ചേരുമ്പോഴേക്കും അവൻ്റെ പ്രശസ്തി അങ്കാറയിലൊട്ടാകെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അവൻ്റെ ഇടങ്കാൽ മാന്ത്രികതയിൽ ആകൃഷ്ടരായ ഫെനർബാഷെ സ്കൗട്ടുകൾ അവനെ അവരുടെ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ആ രാജ്യത്തിലെ മികച്ച യുവപ്രതിഭകൾക്കൊപ്പമായിരുന്നു പിന്നീട് അവൻ്റെ പരിശീലനങ്ങളും മത്സരങ്ങളും. അവൻ്റെ കഴിവുകൾ മിനുക്കിയെടുക്കാൻ അതവനെ സഹായിച്ചു. ഫെനർബാഷയുടെ അണ്ടർ 30, അണ്ടർ 50, അണ്ടർ 80 ടീമുകളിലും ആ പയ്യൻ ആ സമയങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. അവൻ്റെ ഇടങ്കാൽ മാന്ത്രികതയും പ്രായത്തിനുമപ്പുറമുള്ള ഭംഗിയോടും കൃത്യതയോടും നൽകുന്ന പാസുകളും ഇടതുകാലിൽ നിന്നും മുതിർക്കുന്ന ഷോട്ടുകളും അവനെ ഒരു ഓമനപ്പേര് സമ്മാനിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇടങ്കാൽ മാന്ത്രികൻ്റെ പേര്, അതെ, മെസ്സി. പിന്നീട് അങ്കാറയിൽ അവനൊരു വിളിപ്പേര് വീണു, ദ തുർക്കിഷ് മെസ്സി എന്ന്. യൂറോപ്പിൻ്റെ മണ്ണിലും അവൻ്റെ പ്രതാപം അലയടിച്ചു. യൂറോപ്യൻ വമ്പന്മാർ പലരും അവനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അർസനലും ബയേണും ബാഴ്സലോണയും അവനെ അവരുടെ ക്ലബിലേക്ക് സൈൻ ചെയ്യുവാനായി ശ്രമിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ അവനിഷ്ടം അവൻ്റെ ആരാധന കഥാപാത്രങ്ങൾ അണിനിരന്ന ലോസ് ബ്ലാങ്കോസിൻ്റെ വെളുത്ത ജേഴ്സിയിലേക്ക് പോകുവാനായിരുന്നു. അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ പതിയെ ആരംഭിച്ചു. ജൂലൈ 2023 ഫെനർബാഷയിൽ നിന്നും 20 മില്യൺ യൂറോയ്ക്ക് ആ ചെറുപ്പക്കാരൻ ബെർണാബ്യൂവിൻ്റെ വെളുത്ത കൊട്ടാരത്തിലേക്ക് യുവരാജാക്കന്മാരിൽ ഒരാളായി എതിരേൽക്കപ്പെടുന്നു. മഹത്വത്തിലേക്കുള്ള യാത്ര എപ്പോഴും പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും. 2023 ജൂലൈയിൽ ബെർണാബ്യൂവിൻ്റെ തട്ടത്തിലേക്ക് വരവേൽക്കപ്പെട്ട ചെറുപ്പക്കാരൻ പരിക്കിന് പിടിയിലാകുന്നു. പിന്നെയും ഒരു 6 മാസത്തോളം കാത്തിരുന്നതിന് ശേഷമായിരുന്നു അവൻ്റെ ആദ്യ മത്സരം. 2024 ജനുവരിയിൽ അറൻഡിയയ്ക്കെതിരെ കോപ്പ ഡെൽ റേയിലൂടെയായിരുന്നു അയാൾ അരങ്ങേറ്റം കുറിക്കുന്നത്. തൻ്റെ മികച്ച പെർഫോമൻസിലൂടെ ടീമിന് 3-1 വിജയവും അയാൾ നേടിക്കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് റയൽ മാഡ്രിഡ് ക്ലബ്ബ് നേടിയ ട്രോഫികളിൽ അയാളും നിശബ്ദമായൊരു പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇടങ്കാൽ മാന്ത്രികൻ, തുർക്കിഷ് മെസ്സി എന്നെല്ലാം വിളിപ്പേര് നൽകപ്പെട്ട അയാൾക്ക് റയൽ മാഡ്രിഡ് ലഭിച്ച പ്ലേയിങ് ടൈം വളരെ കുറവായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ പലപ്പോഴും കളിക്കളത്തിലേക്ക് എത്തപ്പെട്ടത്. തുർക്കിഷ് മെസ്സി എന്ന ഓമനപ്പേര് പോലും അയാൾക്കൊരു പക്ഷേ പലപ്പോഴും ഭാരമായി തോന്നിപ്പോയിരിക്കാം. തന്നിലെ കഴിവിന് നൽകിയ അംഗീകാരമാണ് ആ പേരെങ്കിലും ആ കഴിവ് പ്രകടിപ്പിക്കുവാൻ അയാൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും മിനിറ്റുകളും സെക്കൻഡുകളുമായി മാറി. ഡോൺ കാർലോ ആൻസലോട്ടിയുടെ പ്ലേയിങ് 11-ൽ അയാൾ ഒരിക്കലും അംഗമായിരുന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലായിരുന്നു മിക്കവാറും അയാളുടെ സ്ഥാനം. ലോസ് ബ്ലാങ്കോസിൻ്റെ ജേഴ്സിയിൽ അയാൾക്ക് ലഭിച്ച അവസരത്തിൽ അയാൾ നടത്തിയ പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു. റയലിൻ്റെ കാലത്തെ മികച്ചവനും മധ്യനിരയിൽ കളിമനഞ്ഞ മെസ്യൂട്ടോസിൽ എന്ന ജർമ്മൻ താരത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ആ ചെറുപ്പക്കാരൻ പ്രകടമാക്കുന്നതെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. എന്നാൽ അത്തരം അഭിപ്രായങ്ങളോ ഓമനപ്പേരുകളോ അയാളെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഉൾപ്പെടുത്തുവാൻ സഹായിച്ചില്ല എന്നുകൂടി പറയേണ്ടി വരും. ഇതിഹാസങ്ങളുടെ പിറവിക്കും അവരുടെ മാന്ത്രിക പ്രകടനങ്ങൾക്കും സാക്ഷിയായ ബെർണാബ്യൂവിൽ നിന്ന് നിരാശയുടെയും തോൽവിയുടെയും നിശബ്ദത തളം കെട്ടിക്കിടക്കുന്നുണ്ട്. താരതിപിടമെങ്കിലും അവർ വൻപൻ തോൽവികൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. പല ഫൈനലുകളിലും ചാമ്പ്യൻസ് ലീഗിലും അവർക്ക് അടിപതറിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇരുട്ടിൽ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം നൽകുന്ന പ്രതീക്ഷ പോലെയാണ് ഈ നിശബ്ദതയിലും ആ ചെറുപ്പക്കാരൻ്റെ പലപ്പോഴുമുള്ള പ്രകടനം. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരവേദി. ആദ്യ പകുതിയിൽ 1-0 ലീഡ് നേടുന്ന ബാഴ്സലോണ.
രണ്ടാം പകുതിയിൽ ചെറിയ മാറ്റങ്ങളോടെയായിരുന്നു റയൽ കളിക്കളത്തിലേക്ക് വരുന്നത്. പകരക്കാരായി വരുന്നത് ഗുളറും മോഡ്രിച്ചും. അതുവരെ കളി നിയന്ത്രിച്ചിരുന്ന ബാഴ്സലോണയുടെ കയ്യിൽ നിന്നും ഗുളർ സഖ്യം കളിയെ റയലിൻ്റെ ഒരുതിയിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. മധ്യനിരയിലും അറ്റാക്കിങ്ങിലും വിങ്ങുകളിലും ഗുളർ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. പ്രതിരോധക്കാരെ കബളിപ്പിച്ചുകൊണ്ടുള്ള പാസുകളും 0% നിന്ന് തൊടുക്കുന്ന ഷോട്ടുകളും സെറ്റ് പീസുകളുമായി അയാൾ ആ മൈതാനം തന്നെ കീഴടക്കി. ആധികാരികമായി റയലിനെ തോൽപ്പിച്ചുകൊണ്ട് വിജയം നേടാമെന്ന് കരുതിയിറങ്ങിയ ബാഴ്സയെ തികച്ചും അപ്രതീക്ഷിതമായ തിരച്ചുവരവുകൾ നടത്തിക്കൊണ്ട് പരിഭ്രാന്തരാക്കാൻ ആ യുവാവിന് കഴിഞ്ഞു. ഫുൾ ടൈമിൽ നിന്നും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 116-ാം മിനിറ്റിൽ നേടിയ ഗോളിൽ ബാഴ്സ വിജയം നേടുമ്പോൾ റയലിനെ സമാധാനിക്കുവാൻ ഒരു പൊരുതലിൻ്റെ കഥ കൂടി പറയാനുണ്ടായിരുന്നു. അതുവരെ ഒളിപ്പിച്ച് വച്ചിരുന്ന വൈഡൂര്യത്തെ കണ്ടെത്തി പുറത്തെടുത്ത സമാധാനമുണ്ടായിരുന്നു. ആ ദിവസത്തെ മത്സരത്തിന് നേർസാക്ഷിക്കാരായ എല്ലാ റയൽ ആരാധകരും ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ ആവർത്തിച്ച ഒറ്റ പേര്, അത് ആർദെ ഗുളർ. അന്നത്തെ ആ മത്സരത്തിലെ തൻ്റെ മികച്ച പ്രകടനത്തിലൂടെ അവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ഇരിക്കേണ്ടവനല്ല എന്ന്. എൻ്റെ സ്ഥാനം കളിക്കളത്തിനകത്താണ് എന്ന്. തുർക്കിഷ് മെസ്സി, ഓസിൻ്റെ പകരക്കാരൻ എന്ന പേരെല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലിരുന്ന് വാങ്ങിയതല്ല എന്ന്. ഞാനില്ലാതെ നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന്. കോപ്പ ഡെൽ റേ ഫൈനലിലെ പ്രതീക്ഷ നൽകിയ പ്രകടനത്തിന് ശേഷം ലാ ലീഗയിലെ അടുത്ത മത്സരത്തിന് വേണ്ടി റയൽ തയ്യാറായിരിക്കുന്നു. റയൽ ആരാധകർ അന്നേരം ആകാംക്ഷയോടെ കാത്തിരുന്നത് പ്ലേയിങ് 11-ൽ ഗുളറിൻ്റെ പേരുണ്ടോ എന്ന് ഉറപ്പാക്കാനും കൂടിയായിരുന്നു. എപ്പോഴോ തനിക്ക് നിഷേധിച്ച അവസരങ്ങൾ 1000 മടങ്ങായി നിഷേധിച്ചവരുടെ ആവശ്യമായി തന്നിലേക്ക് താനേ വന്നു ചേരുന്നതിനെ ആസ്വദിക്കുകയായിരുന്നു ആ യുവപ്രതിഭ. അയാളിലൂടെ നെയ്തെടുക്കുന്ന അവസരങ്ങളെയും കളിമികവിനെയും ആസ്വദിക്കുവാനെത്തിയവർക്ക് മുന്നിൽ അയാൾ ഒരുക്കി വെച്ചത് ഒരു സിംഫണി തന്നെയായിരുന്നു. കാണുന്നവനും കേൾക്കുന്നവരും സ്വയം മറന്നലിഞ്ഞു ചേരാവുന്ന നാദവിസ്മയം. മൈതാന മധ്യത്തിലൂടെ എതിർ പ്രതിരോധങ്ങളെ കീറിമുറിച്ചുകൊണ്ടുള്ള പാസുകൾ, അസാധ്യമായ പൊസിഷനുകളിൽ നിന്നും ഇടങ്കാൽ ഷോട്ടുകൾ, വായുവിൽ മലക്കം മറിഞ്ഞുള്ള അക്രോബാറ്റിക് ശ്രമങ്ങൾ, ഒടുവിൽ 33-ാം മിനിറ്റിൽ ഒരു ക്ലിനിക്കൽ പെർഫെക്ഷനോടുകൂടിയുള്ള ഷോട്ട് എതിർ ടീമിൻ്റെ ഗോൾ കീപ്പറേയും കടന്ന് പോസ്റ്റിനുള്ളിലേക്ക്. റയലിന് 1-0 ലീഡ് സമ്മാനിച്ച ഗോളിന് ശേഷം പിന്നെയും ഒരുപാട് അവസരങ്ങൾ അവൻ്റെ ഇടങ്കാലിലൂടെ മെനഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. കൊണ്ടും കൊടുത്തും ഒടുവിൽ വാശിയേറിയ മത്സരത്തിൽ റയൽ 3-2 വിജയിക്കുന്നുണ്ട്. മത്സരശേഷം ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവള്ള ജേഴ്സിയിൽ അവനും ഒരു വജ്രം കണക്കെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ടോണി ക്രൂസ്, ഓസിൽ എന്ന ജർമ്മൻ ഇതിഹാസങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ക്രൊയേഷ്യൻ മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ചിൻ്റെ നടന വിസ്മയം സാക്ഷിയായ റയലിൻ്റെ മധ്യനിരയിലേക്ക് ഗുളറിന് ഇനിയും അവസരം നിഷേധിക്കേണ്ടതുണ്ടോ? അതിലേക്ക് എത്തിച്ചേരുവാൻ ഇനിയും അയാൾ എന്താണ് തെളിയിക്കേണ്ടത്? ഓരോ റയൽ ആരാധകരിലും ആ ചോദ്യം ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. റയലിൻ്റെ ബെഞ്ചുകളിലിരുന്ന് തളംപിച്ച് കരിയർ നശിച്ച കഥയാകരുത് നാളെ ലോകം അറിയേണ്ടത്. മറിച്ച് പ്രതിഭാശാലിയായ ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരൻ്റെ കഥയാകണം ഈ ലോകം വാഴ്ത്തിപ്പാടേണ്ടത്. സുഗന്ധദ്രവ്യങ്ങൾക്ക് പേരുകേട്ട തുർക്കിയിലെ അങ്കാറയിൽ നിന്നും അച്ഛൻ്റെ ശിക്ഷണത്തിൽ ഫുട്ബോളിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച ആ ബാലിൽ നിന്ന് ഫുട്ബോൾ രാജകീയതയുടെ പ്രതീകമായ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവള്ള ജേഴ്സിയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. ആ തിളക്കം ഇന്നേ വരെ അവൻ അനുഭവിച്ചറിഞ്ഞ കളിയാക്കലിൻ്റെയും അവൻ കാത്തിരുന്ന നിമിഷങ്ങളുടെയും അവൻ്റെ ക്ഷമയുടെയും പ്രതിഫലനമായി മാറും. നമുക്ക് കാത്തിരിക്കാം റയലിൻ്റെ മധ്യനിരയിൽ ചതുരംഗം തീർക്കുന്ന ആർദ ഗുളർ നിമിഷങ്ങൾക്കായി.